നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്താൻ മെനുവിൽ പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും പാൽ പായസം. ഓണമൊക്കെ വരാറായില്ലേ? അപ്പോൾ നമുക്കിനി ഓണ വിഭവങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മറ്റു വിഭവങ്ങളും ഞാൻ അതിനിടയ്ക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓണ വിഭവങ്ങളും പ്രതീക്ഷിക്കാം. ഓൾറെഡി സത്താൻ മെനുവിൽ സദ്യ വിഭവങ്ങൾ ഞാൻ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പം ഞാനിതിൽ 1 ലിറ്റർ കണക്കിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം പാല് ഇതിൽ 750 ml പാലും 250 ml വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതായത് കപ്പ് കണക്കിൽ പറയുകയാണെങ്കിൽ 3 കപ്പ് പാലും 1 കപ്പ് വെള്ളവും, അതായത് മൊത്തം 4 കപ്പ്. ആ ഒരു കണക്കിലാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മളിത് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ ഈ പാലൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഇതിൻ്റെ പകുതി ആവുന്നത് വരെ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോഴാണ് ആ പാലിൻ്റെ കറക്റ്റായിട്ടുള്ള കളറൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പാൽ പായസത്തിൽ നമ്മൾ പാൽ നന്നായിട്ട് കുറുക്കിയെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടുള്ള ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളർ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളം മുഴുവനൊന്ന് കുറുകി വരണം. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാട കെട്ടാതെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലൊക്കെ പകുതി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉരുളിയിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇത് കുറുകി കിട്ടും. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് ചെയ്യുന്നത്, കാരണം എൻ്റെ കയ്യിൽ ഉരുളി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ ചെയ്യാൻ കുറച്ചും കൂടെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് കുറുകിയിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കലരിയാണ്. അപ്പോൾ അരിയുടെ കണക്കെന്ന് പറയുന്നത് 1 പിടി അരി ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കപ്പ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് അധികം അരി ചേർത്ത് കൊടുക്കാം. അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പാലും അരിയുടെയും പ്രപ്പോർഷൻ കറക്റ്റായിട്ട് വരുന്നത് അപ്പോഴായിരിക്കും. അപ്പോൾ ഒരു 1/2 കപ്പ് മുഴുവനായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 കപ്പിലും കുറച്ചധികം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഉണക്കലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചരിയിൽ ചെയ്യാം, പക്ഷേ അരി പൊടിഞ്ഞ അരി ആയിരിക്കണം. അപ്പോൾ മുഴുവനായിട്ട് അരി അങ്ങനെ കിടക്കുന്ന പാൽ പായസം നമ്മൾ കുടിക്കുന്ന സമയത്ത് അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അരി കഷ്ണങ്ങളായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഉണക്കലരിയാണ്. അത് ഏകദേശം ഒരു 1/4 കപ്പിന് കുറച്ചധികം ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ അരി ഇതിൽ കിടന്നിട്ടൊന്ന് വേവണം. വേവുന്നത് വരെ നമുക്കിതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ ഒന്ന് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പാട കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി നല്ലൊരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം 1 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ 1 കപ്പ് ചേർത്തിട്ടില്ല, എനിക്ക് കുറച്ച് മധുരം കുറവ് മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ അരി വേവാൻ ഈ ഒരു പാല് മതിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാലായിട്ടും ചേർത്ത് കൊടുക്കാം. പക്ഷേ ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തണുത്ത വെള്ളമോ അല്ല തണുത്ത പാലോ ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ അരി വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചൂടാക്കിയിട്ട് ഒഴിക്കാൻ ശ്രദ്ധിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് പാൽ പായസത്തിൽ നെയ്യ് ഇടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ പാൽ പായസത്തിൽ ഉണക്കമുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഒന്നും വറുത്ത് ചേർക്കാറില്ല. അപ്പോൾ അങ്ങനെ ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതായാലും നമ്മുടെ പാൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഓണക്കാലത്ത് നല്ലൊരു പാൽ പായസം ആവട്ടെ ഇതും. അപ്പോൾ ഇതും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലിസ്റ്റിൽ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ satanmenu2017@gmail.com എന്നുള്ള മെയിൽ ഐഡിയിലേക്ക് അയച്ചു തരിക. അതേപോലെ തന്നെ ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസും അയയ്ക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ ചാനൽ സത്താൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. താങ്ക്